ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിൻ്റെ ബാക്കി ഭാഗം ക്രിസ്റ്റൽ ഡിഫക്ട്സ് ആണ്. നമ്മൾ കണ്ടു ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ടിക്കിൾസിൻ്റെ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ഒരു കറക്റ്റായിട്ട് ഓർഡറായിട്ട് FCCയിലോ BCCയിലോ ഒക്കെ നല്ല കറക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിലായിരിക്കും ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുക. ഈ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രയാസം, പ്രശ്നം, ഇംപെർഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിപ്പാർച്ചർ ഫ്രം ദ പെർഫെക്റ്റ് regularity in the arrangement of constituent particle in a crystal is known as crystal defects or imperfection. ഇപ്പം ഈ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിൽ ഇവിടെ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ സൈറ്റ് മിസ്സിങ് ആയി പോവുക. അപ്പം ഞാൻ വരച്ചില്ല, ഇവിടെ ഒരു മിസ്സിങ് ആയി പോവുക, അല്ലെങ്കിൽ ഇവിടെ മിസ്സിങ് ആയി പോവുക. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രധാനമായിട്ടും ഇതിൻ്റെ ഇംപെർഫെക്ഷൻ 3 തരത്തിലാണുള്ളത്. ഒന്ന് പോയിൻ്റ് ഡിഫക്റ്റ് ആവാം, അല്ലെങ്കിൽ ലൈൻ ഡിഫക്റ്റ് ആവാം, അല്ലെങ്കിൽ പ്ലെയിൻ ഡിഫക്റ്റ് ആവാം. ഈ 3 തരത്തിലാണ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ ഉള്ളത്. ഒന്ന് പോയിൻ്റ് ഡിഫക്റ്റ്, മറ്റൊന്ന് ലൈൻ ഡിഫക്റ്റ്, ഒന്ന് പ്ലെയിൻ ഡിഫക്റ്റ്. പോയിൻ്റ് ഡിഫക്റ്റാണ്. ഇതിൽ പോയിൻ്റ് ഡിഫക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. പോയിൻ്റ് ഡിഫക്റ്റിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട്സ് ആൻഡ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട്സ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് ഡിഫക്ട്സ് വിച്ച് ആർ ഇംപെർഫെക്ഷൻ ലോക്കലൈസ്ഡ് ടു എ പോയിൻ്റ് ലൈക്ക് റീജിയൻ. ഒരു പോയിൻ്റിൽ വരുന്ന, ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ വരുന്ന ഇംപെർഫെക്ഷൻ, ഒരു പോയിൻ്റിൽ, അപ്പം ഈ വരുന്ന ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽ പോയിൻ്റിലുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇതുണ്ടാവാനുള്ള കാരണം 4 കാരണങ്ങളാണുള്ളത്. ഒന്നുകിൽ വാക്കൻസീസ് ഇൻ ദ ലാറ്റിസ് സൈറ്റ്. ഇതിപ്പം നമ്മളിവിടെ കണ്ടില്ലേ, ആക്ച്വലി ഇൻ ദിസ് പ്രീവിയസ് വീഡിയോ ഇറ്റ് കണ്ടെയ്ൻ എ ലാറ്റിസ് പോയിൻ്റ് ഈസ് ദെയർ ആൻഡ് വിച്ച് കണ്ടെയ്നിങ് എ പാർട്ടിക്കിൾ or an atom or an ion. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ലാറ്റിസ് പോയിൻറ്റിൽ വേക്കൻസി വന്നു. അപ്പം വേക്കൻസീസ് ഇൻ ദ ലാറ്റിസ് സൈറ്റ്. ഷിഫ്റ്റിംഗ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ടു ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻ. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്രിസ്റ്റൽ ഡിഫക്റ്റ് വരയ്ക്കുമ്പം അനിയോൺ കാറ്റയോൺ അനിയോൺ അനിയോൺ കാറ്റയോൺ അനിയോൺ, ഇങ്ങനെയായിരിക്കും നമ്മൾ വരച്ചിട്ടുണ്ടാവും, താഴേക്കൊക്കെ ആയിട്ട്. ഇതിൽ ഈ പൊസിഷനുകളെയാണ്, ഈ വട്ടമിട്ട് വെച്ചിരിക്കുന്ന ഈ പൊസിഷനെയാണ് നമ്മൾ എന്തു പറയുക, ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയാം. ലാറ്റിസ് പോയിൻ്റ്. ഓക്കെ, ഈ ലാറ്റിസ് പോയിൻറ്റിൻ്റെ ഇടയിൽ വരുന്ന ഈ കാണുന്ന ഈ ഫ്രീ സ്പേസിനെ, ഈ ഫ്രീ ആയിട്ട് കാണുന്ന ഈ സ്ഥലത്തിനെയാണ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ പോയിൻറ്റ്സ് എന്ന് പറയും. ഇൻറ്റർസ്റ്റീഷ്യൽ പോയിൻ്റ്. ഓക്കെ, ഇൻറ്റർസ്റ്റീഷ്യൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. ശരിക്കും ക്രിസ്റ്റൽസിൻ്റെ ആറ്റംസും അയോൺസും ഒക്കെ ഒക്കുപ്പൈ ചെയ്യേണ്ടത് ലാറ്റിസ് പോയിൻറ്റിലാണ്. ഈ വട്ടത്തിനകത്താണ്, ഈ വേക്കൻസിയിലാണ് അയോൺസും കാറ്റയോണും ആനയോൺസും ഒക്കെ ഒക്കുപ്പൈ ചെയ്യേണ്ടത്. എന്നാൽ ചില ക്രിസ്റ്റലിൽ ഈ ആറ്റംസ്, ഇവിടെ കാണുന്ന ഈ ലാറ്റിസ് പോയിൻറ്റിൽ കാണേണ്ട ആറ്റംസ് ഇവിടെ കാണാതെ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലും നമുക്ക് എന്ത് ഫോം ചെയ്യാം, പോയിൻ്റ് ഡിഫക്റ്റ് ഫോം ചെയ്യാം. ഓക്കെ, മൂന്നാമത്തത് പ്രസൻസ് ഓഫ് ഇൻറ്റർസ്റ്റീഷ്യൽ ഓർ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റീസ്. മറ്റൊന്ന്, നമ്മൾ ക്രിസ്റ്റലിനകത്ത് തുറന്നു വെച്ചിട്ടോ മറ്റോ ഒക്കെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കയറി വന്നു കഴിഞ്ഞാലും ഡിഫക്റ്റ് കാണിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ.
നോൺ സ്റ്റോഷിയോമെട്രി ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ കോൺസ്റ്റുവൻ്റ് എൻറ്റിറ്റീസ്. കോൺസ്റ്റുവൻ്റ് എൻറ്റിറ്റീസിലുള്ള നോൺ സ്റ്റോഷിയോമെട്രി പോയിൻ്റ് ഡിഫക്റ്റ് കാണിക്കും. കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള നോൺ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം FeO എന്നാണ് വേണ്ടത്. അപ്പം Fe1O1 എന്നാണ് അതിൻ്റെ അർത്ഥം. ചില കേസിൽ Fe.98O ആയിട്ടുണ്ടാവും, മണ്ണുണ്ടാവില്ല. അപ്പം നോൺ സ്റ്റോഷിയോമെട്രിയിൽ വരുന്ന ചേഞ്ചും പോയിൻ്റ് ഡിഫക്റ്റിന് കാരണമാകും. സോ ഈ 4 ഫാക്ടേഴ്സാണ് പോയിൻ്റ് ഡിഫക്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയിൻ്റ് ഡിഫക്റ്റിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോഷിയോമെട്രി ചേഞ്ച് ചെയ്യില്ല. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ സ്റ്റോഷിയോമെട്രിക്കകത്ത് എന്ത് വരില്ല, ചേഞ്ച് വരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റിനകത്തൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഡിഫക്ട്സ് ദാറ്റ് ഡു നോട്ട് ഇൻ എനി മാനർ affect the stoichiometry of a crystal in which their presence are called stoichiometric defect. സ്റ്റോഷിയോമെട്രിയിൽ ഒരു മാറ്റവും വരുത്താത്ത തരത്തിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിഫക്ട്സിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയാം. ഓവറോൾ കോമ്പോസിഷൻ ഓഫ് ദ മെറ്റീരിയൽ റിമൈൻസ് അൺഅൾട്ടേർഡ് ഈവൻ ഇഫ് സച്ച് ഡിഫക്ട്സ് ആർ പ്രസൻറ്റ് ഇൻ എ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിനകത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ടാകുമ്പം അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്റ്റോഷിയോമെട്രിയെ ഡിഫക്റ്റ് അഫക്റ്റ് ചെയ്യാതെ നിൽക്കുന്ന തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അതിന് നമുക്ക് 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ഷോട്ട്സ്കി ഡിഫക്ട്സ്, മറ്റൊന്ന് ഫ്രങ്കൽ ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് 2 തരത്തിലുള്ളത്. ഒന്ന് ഷോട്ട്സ്കി ഡിഫക്റ്റ്, മറ്റൊന്ന് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പം ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെയൊന്നും തന്നെ അത് എഫക്റ്റ് ചെയ്യില്ല, അതിൻ്റെ ഒരു കാര്യവും ചേഞ്ച് ചെയ്യിക്കില്ല. അതുകൊണ്ട് നമ്മളിതിനെ ഇൻട്രൻസിക് ഡിഫക്റ്റ് എന്നാണ് നമ്മൾ പറയുക. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇൻട്രൻസിക് ഡിഫക്റ്റ്. നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ പോയിൻ്റ്. ഇനി നമുക്ക് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് 2 തരത്തിലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തതാണ് ഷോട്ട്സ്കി ഡിഫക്റ്റ്, മറ്റൊന്ന് ഫ്രങ്കൽ ഡിഫക്റ്റ്. എന്താണ് ഷോട്ട്സ്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷോട്ട്സ്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിസ് വേക്കൻസീസ് ഓർ ഹോൾസ്, കണ്ടോ, ലാറ്റിസ് വേക്കൻസീസ് ഓർ ഹോൾസ് മേ അറൈസസ് ഇൻ എ ക്രിസ്റ്റൽ ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് ആറ്റംസ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഫ്രം ദെയർ നോർമൽ ലാറ്റിസ് സൈറ്റ്. നോർമൽ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഈക്വൽ നമ്പർ കാറ്റയോണും ആനയോണും, ഒരു കാറ്റയോൺ ആണെങ്കിൽ ഒരു ആനയോണും മിസ്സിംഗ് ആയിരിക്കും. ഈക്വൽ നമ്പർ കാറ്റയോണും ആനയോണും മിസ്സിംഗ് ആയി പോകുന്ന സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഷോട്ട്സ്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സച്ച് ഇംപെർഫെക്ഷൻസ് ഈസ് നോൺ ആസ് ഷോട്ട്സ്കി ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് പറയാം, ഷോട്ട്സ്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ it's generally occurs in ionic crystal and do not affect the electrical neutrality of the crystal. ഓക്കെ, അത് നമുക്ക് ഇതിൽ തന്നെ കൃത്യമാണ്. ഇവിടെ X- M+ ആയിരുന്നു ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്, ഇവിടെ ഉണ്ടാവേണ്ടത് X- ആയിരുന്നു. ഇവിടുന്ന് കൃത്യമായിട്ട് ഒരു കാറ്റയോണും ഒരു ആനയോണും മിസ്സായിപ്പോയി. അപ്പം ന്യൂട്രലായി. അപ്പം സിസ്റ്റത്തിനകത്ത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഈ സിസ്റ്റത്തിനകത്ത് ഹാസ് എ ഹോൾ എന്തായിരുന്നോ നെറ്റ് ചാർജ്, ആ ചാർജ് തന്നെ ഇപ്പോഴും ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും മിസ്സായിപ്പോയി. അതുമല്ല, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ, അപ്പം ക്രിസ്റ്റൽ എപ്പോഴും അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇത് 1+1 സിസ്റ്റം, അതായത് പ്ലസ് മൈനസ് ടൈപ്പ് സിസ്റ്റം ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ വരുന്നത്. ഇനി ഇതേ സമയം +2+ മഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ ആണെങ്കിൽ, MgCl2ൻ്റെ ക്രിസ്റ്റലാണെങ്കിൽ MgCl. അപ്പോൾ ഒരു Mg മിസ്സാകുമ്പം 2 Cl മിസ്സാവണം, അപ്പോഴേ അത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം അതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇവിടെ ഇതാണ് നമുക്കിവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? കാറ്റയോൺ വേക്കൻസിയും ആനയോൺ വേക്കൻസിയും ഒരേപോലെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ചാർജ് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് നിർത്തും.
അതുകൊണ്ട് തന്നെ ഇതൊരു പൂർ കണ്ടക്ടർ ആയിരിക്കും അല്ലേ. കണ്ടക്റ്റിംഗ് ഇലക്ട്രിസിറ്റി ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ് ബൈ അയോണിക് മെക്കാനിസം. പ്യുവർ കണ്ടക്ടേഴ്സ് ആയിരിക്കും ഇത്. ഈ ഇവിടെ വേക്കൻസി റെഫർ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഷോട്ട്സ്കി ഡിഫക്റ്റിനെ വേക്കൻസി ഡിഫക്ട്സ് എന്നൊന്നും നമ്മൾ പറയാറുണ്ട്. വേക്കൻസി മെക്കാനിസം അതിന് വരും. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഇതിൻ്റെ ഈ വേക്കൻസി ഡിഫക്റ്റ് കാണിക്കണമെങ്കിൽ വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ആനയോൺസിനും അതുപോലെ തന്നെ കാറ്റയോൺസിൻ്റെയും സൈസ് സിമിലർ ആയിരിക്കണം. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന പൊട്ടാഷ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്. പൊട്ടാഷ്യത്തിൻ്റെയും ക്ലോറിൻ്റെയും സീഷ്യത്തിൻ്റെയും ക്ലോറിൻ്റെയൊക്കെ സൈസ് ഏകദേശം സിമിലറാണ് ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും. സോഡിയം ക്ലോറൈഡ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഷോസ് ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ്. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ഷോട്ട്സ്കി ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? വാട്ട് അബൌട്ട് ഷോട്ട്സ്കിനകത്ത് ആനയോണും കാറ്റയോണും വേക്കൻ്റ് ആയിരുന്നു. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റിനകത്ത് കാറ്റയോൺ മിസ്സിങ് ആയിരിക്കും, അതിൻ്റെ ലാറ്റിസ് സൈറ്റിൽ മിസ്സിങ് ആയിരിക്കും. എന്നാൽ കാറ്റയോൺ എന്ത് ചെയ്യും? ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ അത് ഒക്കുപ്പൈ ചെയ്യും. മനസ്സിലായോ? ലാറ്റിസ് സൈറ്റിൽ കാറ്റയോൺ മിസ്സിങ് ആണ്, പക്ഷേ ആ കാറ്റയോൺ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്നു. പിന്നെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ച് സിസ്റ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. പിന്നെയോ ഇതിൻ്റെ മാസിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല, മാസ് റിമൈൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഡെൻസിറ്റി റിമൈൻ സെയിം ആയിരിക്കും സിസ്റ്റത്തിൻ്റെ. എന്നാൽ ഈ കേസിൽ സിസ്റ്റത്തിൻ്റെ മാസ് ഭാരം കുറയും, കാരണം രണ്ടാളുകൾ മിസ്സിങ് ആയതുകൊണ്ട് മാസ് കുറയും, ഡെൻസിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൻസിറ്റി റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റിൽ. മനസ്സിലായോ പറഞ്ഞത്? അപ്പം an ion may shift from its own lattice site to interstitial position. ഇങ്ങനെ ion may shift from its own lattice sites and to interstitial position between the lattice points, causing a vacancy in its original site, and such imperfection is known as Frenkel defect. ഓക്കെ, ഇതിനെയാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഇതിൻ്റെ ഒരു കമ്പാരിസനാണ്. നോക്കൂ നിങ്ങൾ, ഷോട്ട്സ്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറൈസസ് ഡ്യൂ ടു മിസ്സിങ് ഓഫ് ആറ്റംസ് ഓർ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് പെയർ, അല്ലേ? ഇറ്റ് അറൈസസ് ഡ്യൂ ടു മിസ്സിങ് ഓഫ് ആറ്റംസ് പെയർ ഓർ കാറ്റയോൺസ് ഓർ ആനയോൺസ് പെയർ ഫ്രം ദെയർ നോർമൽ ലാറ്റിസ് സൈറ്റ്. But Frenkel defects, they arises due to shifting of ion from their own lattice to interstitial position between the lattice point. അതിനെയാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ടേബിൾ. ഷോട്ട്സ്കി ഡിഫക്റ്റ്, they do not affect the electrical neutrality of the crystal, and Frenkel defect, they do not affect the electrical neutrality. രണ്ടും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അഫക്റ്റ് ചെയ്യില്ല. ഇനി മറ്റൊന്ന്, ദേ ഡു നോട്ട് അഫക്റ്റ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് ദ ക്രിസ്റ്റൽ. ഷോട്ട്സ്കി ഡിഫക്റ്റിനകത്ത് ക്രിസ്റ്റലിൻ്റെ സ്റ്റോഷിയോമെട്രിക്കിനെ അഫക്റ്റ് ചെയ്യില്ല. ഫ്രെങ്കലും അതേപോലെ തന്നെ ഡു നോട്ട് അഫക്റ്റ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് ദ ക്രിസ്റ്റൽ. അതുകൊണ്ടാണല്ലോ അത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആയത്. നാലാമത്തെ പോയിന്റ്, ദെയർ പ്രസൻസ് ഇൻ ലാർജ് നമ്പർ കോസസ് എ ഡിക്രീസ് ഇൻ ദ ഓവറോൾ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ. മറന്നു പോരുത്, ഡെൻസിറ്റി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ആനയോണും കാറ്റയോണും മിസ്സിങ് ആയതുകൊണ്ട് മാസ് കുറയുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേ ഡസ് നോട്ട് അഫക്റ്റ് ദ ഓവറോൾ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ നോക്കിയാൽ ജനറലി ഒക്കേഴ്സ് ഇൻ അയണിക് ക്രിസ്റ്റൽസ് വിത്ത് എ ഹൈ കോർഡിനേഷൻ നമ്പർ ആൻഡ് കണ്ടെയ്നിങ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓഫ് സിമിലർ സൈസ്. അതാണ് ഇവിടെ കൊടുക്കേണ്ട പോയിന്റ്. Okay, so cations or anions having similar size, they generally occur in ionic crystal and high coordination number and containing cations and anions of comparable or similar size. But in the case of Frenkel defects, they more commonly occurs in ionic crystals in which cations is much smaller than anion. ആനയോൺസിനേക്കാൾ വളരെ ചെറുതായിരിക്കണം കാറ്റയോൺസ്, എന്നാൽ മാത്രമേ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കാൻ കഴിയുള്ളൂ. അതിന് എക്സാമ്പിളാണ് സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ്, കാൽഷ്യം ഫ്ലൂറൈഡ്, അല്ലേ? അതിൻ്റെ എക്സാമ്പിൾ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് അതിൻ്റെ കാൽഷ്യം ഫ്ലൂറൈഡ്. അതിൻ്റെ എക്സാമ്പിളാണ്
സ്ട്രോൺഷ്യം ഫ്ലൂറൈഡ്, അതുപോലെ തന്നെ ലെഡ് ഫ്ലൂറൈഡ്, ഇതൊക്കെ തന്നെ എന്താണ്, ഇതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾസാണ്. ഓക്കെ, ഇത്രയുമാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ്. എന്തായിരിക്കും നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്? ക്യാൻ അറൈസസ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻ എക്സസ് ഓഫ് ഐദർ കാറ്റയോൺസ് ഓർ ആനയോൺസ് ഇൻ ദ ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് ആൻ അയണിക് കോമ്പൗണ്ട്, an electrical neutrality being maintained by the accommodation of free electrons or extra positive charges. Such defects which causes the ratios of cations and anions in the compound to be different from the simple integral ratios for its stoichiometric chemical formula are called non-stoichiometric effect. Okay, such compounds is called non-stoichiometric compounds or Bertholide. നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ഓർ കോൾഡ് ബെർത്തോലൈഡ്. അപ്പം എന്താണ് ഇവിടെ വന്നത്? ഐദർ കാറ്റയോണിൻ്റെ എണ്ണം കൂടുക. നോൺ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് 10 ആണെങ്കിൽ അതിൻ്റെ കൗണ്ടർ അയോൺ വൈയും 10 വരിക. സോ ഇതിനാണ് നമ്മൾ സ്റ്റോഷിയോമെട്രി. അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 വരിക, അല്ലെങ്കിൽ 12 ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ സ്റ്റോഷിയോമെട്രി എന്ന് പറയാം. നോൺ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവാതിരിക്കുക. അപ്പം Fe3, Fe2O3, Fe3O4, അപ്പോൾ ഇതെന്ത് വരിക? ഇത് -8 വരും മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ. Fe അപ്പോൾ എത്ര വരും? +8 വരും. 3 എണ്ണത്തിനാണ്, Feയുടെ 3 എണ്ണത്തിനാണ് +8. അപ്പോൾ ഒരു Fe എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പം ഒരു Fe നമുക്ക് എത്രയാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. 8/3 ചെയ്യുമ്പം 23 6 2.0 ഒരു 3 5 6 3 18 2.6 വരും. ഒരു Fe 2.6 വരും. കണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രി എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്, നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയാം. ഇതുണ്ടാവാനുള്ള കാരണം ഒന്നുകിൽ ആനയോൺ എക്സസ് കാരണം, ഓക്കെ, ആനയോൺസ് എക്സസ് അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ എക്സസ് കാരണം ഒക്കെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് കാണുന്നത്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ക്രിയേറ്റഡ് ബൈ ഐദർ ഇൻട്രഡക്ഷൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി കാരണമായിട്ടും നമുക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് കാണാൻ പറ്റും. അങ്ങനെ ഇമ്പ്യൂരിറ്റി കാരണമുണ്ടാകുന്ന നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇൻട്രൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഇൻട്രൻസിക് ആയിരുന്നു. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് ഡിഫക്ട്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയും. അപ്പം ഇത് കാരണമുള്ള ഡിഫക്ട്സിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് നമ്മൾ പറയാം. ഓക്കെ, ഇതിനെ നോൺ സ്റ്റോഷിയോമെട്രിക് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഡിഫക്ട്സ് എന്ന് പറയും. 2 ടൈപ്പുള്ള നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് ഉണ്ട്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇതൊക്കെയാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. വരുന്ന സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഒന്നും കൂടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി നമ്മൾ ഡോപ്പിംഗ് ഒക്കെ ചെയ്യില്ലേ, സിലിക്കണിലേക്ക് നമ്മൾ ഗ്രൂപ്പ് 15 ഗ്രൂപ്പ് 13 ആയിട്ടുള്ള എലമെൻറ്റ് ഡോപ്പ് ചെയ്യുക, ദാറ്റ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയും. അത് നമ്മൾ ഡീറ്റെയിൽ ആക്കുന്നില്ല. നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും ആണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, മെറ്റൽ എക്സസ്. അപ്പം മെറ്റൽ എക്സസ് ആണ്, മെറ്റലാണ് കൂടുന്നത്. നോൺ മെറ്റൽസ് ആയിട്ടുള്ള ആളുകൾ, മെറ്റൽ അല്ലാത്തവർ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫക്ട്സിനെയാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്ട്സ് നമ്മൾ പറയുക. മെറ്റൽ കൂടുതലുണ്ടാവുക. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇംപെർഫെക്ഷൻ കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് മെറ്റൽ അയൺ ദാൻ what is required to maintain to stoichiometric composition of these compounds. These are called metal excess defect. ശരിയല്ലേ? മെറ്റൽ കൂടുതൽ വരിക എന്തിനേക്കാൾ, അതിൻ്റെ കൗണ്ടർ അയോണിനേക്കാൾ മെറ്റൽ കൂടുതൽ വരുന്ന ഡിഫക്റ്റാണ് മെറ്റൽ എക്സസ്. അപ്പം ഈ എഫക്റ്റ് റേസ് ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് 2 കാരണം. മെറ്റൽ എക്സസ്
ഡിഫക്റ്റിന് ഞാൻ എന്ന് എഴുതാണ്. അതിന് കാരണം രണ്ടെണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഇതായിട്ട് വരും. ഒന്ന് എക്സ്ട്രാ ഇൻറ്റർസ്റ്റീഷ്യൽ കാറ്റയോണും മറ്റൊന്ന് ആനയോൺ വേക്കൻസി. രണ്ട് കാരണം. ഒന്ന് എക്സ്ട്രാ ഇൻറ്റർസ്റ്റീഷ്യൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ലേ. സാധാരണ കേസ് നമ്മളൊരു ഗൈനിക് ക്രിസ്റ്റൽ എടുക്കുമ്പം അതിനകത്ത് കാറ്റയോൺ പോസിറ്റീവ് ചാർജ് എടുത്ത മെറ്റലിനാണല്ലോ. അപ്പോൾ എക്സ്ട്രാ ഇൻറ്റർസ്റ്റീഷ്യൽ കാറ്റയോൺ, അതായത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അപ്പോൾ എക്സ്ട്രാ ഇൻറ്റർസ്റ്റീഷ്യലിനകത്ത് എക്സ്ട്രാ കാറ്റയോൺ വരുന്നതിനാണ് എക്സ്ട്രാ ഇൻറ്റർസ്റ്റീഷ്യൽ കാറ്റയോൺ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ആനയോൺ വേക്കൻസി, വേറൊന്നാണ് ആനയോൺ വേക്കൻസി. അതും മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് കാരണമാണ്. ആനയോൺ വേക്കൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്ത് ഇവിടെ എം പ്ലസ് എക്സ് എം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ആനയോൺ വേക്കൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എക്സ് ഒന്നും ഇല്ല, ഇവിടെ എക്സ് ഇല്ല വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മെറ്റൽ കൂടുതലല്ലേ ചെയ്തത്, ഒരു മെറ്റൽ കൂടിയില്ലേ. സോ ഇതേ ടൈപ്പിലുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ ആനയോൺ ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറയാം. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഇതൊരു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഡ്യൂ ടു എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺസിന് എക്സാമ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനൊരു എക്സാമ്പിളാണ് സിങ്ക് ഓക്സൈഡ്. നമ്മൾ സിങ്ക് ഓക്സൈഡ് സിസ്റ്റം നമ്മളെടുക്കാം. സിങ്ക് ഓക്സൈഡ് ഇത് കറക്റ്റ് ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത് സിങ്ക് ഓക്സൈഡ് സിസ്റ്റം. ഈ സിങ്ക് ഓക്സൈഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ മെറ്റൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലൂടെ ഉണ്ട്. സിങ്ക് ഓക്സൈഡ് സിസ്റ്റത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിവേഴ്സിബിളി ലോസ് ഓക്സിജൻ. ഇതെന്ത് ചെയ്യും, ഒരു ഓക്സിജൻ ആറ്റത്തിന് ഇത് റിവേഴ്സിബിളി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ഇൻ കളറായിട്ട് മാറും. അപ്പം ഈ കളർ ഫോം ചെയ്യാനുള്ള കാരണം ഡ്യൂ ടു നോൺ സ്റ്റോഷിയോമെട്രിക് സിങ്ക് ഓക്സൈഡ് കണ്ടെയ്ൻ മെറ്റൽ എക്സസ് ഡിഫക്റ്റാണ്. നോൺ സ്റ്റോഷിയോമെട്രിക് ആയിട്ടുള്ള സിങ്ക് ഓക്സൈഡ് കണ്ടെയ്നിങ് മെറ്റൽ എക്സസ് ഡിഫക്റ്റാണ് ഈ സിങ്ക് ഓക്സൈഡ് ചൂടാക്കുമ്പം യെല്ലോ കളറിലേക്ക് മാറാനുള്ള കാരണം. അപ്പോൾ നമുക്ക് സിങ്ക് ഓക്സൈഡ് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. zinc oxide reversibly changes to zinc 2 plus half O2 plus 2 electron. ഓക്കെ, ഇങ്ങനെയാണ് റിവേഴ്സിബിൾ. അത് ഹീറ്റ് ചെയ്യുമ്പം സിങ്ക് 2+ ആയിട്ട് മാറും, സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ആ സിങ്ക് 2+ റിസൾട്ടിങ് ഓക്സൈഡ്സ് മേ ദെൻ ബി റെപ്രസെൻറ്റഡ് ആസ് Zn1 + Δ O. നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Zn1 + ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് വെരി 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 മച്ച് ലെസ് ദാൻ 1. 1നേക്കാൾ ചെറുതായിട്ടൊരു വാല്യൂ ആയിരിക്കും ഡെൽറ്റ. അപ്പം 1+, അപ്പോൾ അത് 1 തന്നെ, ZO സിങ്ക് ഓക്സൈഡ്. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ zinc 2+ ഈസ് ഇൻ എക്സസ് ഓഫ് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റോഷിയോമെട്രി. സിങ്ക് 2+ അയോൺ ഇതിൻ്റെ സ്റ്റോഷിയോമെട്രി എത്രയാണോ വേണ്ടത് അതിനേക്കാൾ എക്സസ് ആണ്, ഒരെണ്ണം കൂടുതലുണ്ട്. ഓക്കെ, ദ എക്സസ് സിങ്ക് 2+ അയോൺ ഈസ് ട്രാപ്പിഡ് ബൈ ദ എക്സസ് സിങ്ക് 2+ ions were trapped at the interstitial sites and the formed free electrons are also trapped in neighboring interstitial sites. കണ്ടോ, സിങ്ക് 2+ ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി നിന്നു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ്, ന്യൂട്രലൈസ് ചെയ്യുന്ന ഇലക്ട്രോൺസും അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഒക്കുപ്പൈ ട്രാപ്പ് ചെയ്ത് നിൽക്കും. ദീസ് ഫ്രീ ഇലക്ട്രോൺ അബ്സോർബ് ലൈറ്റ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അബ്സോർബ് ലൈറ്റ്, അണ്ടർഗോ ട്രാൻസിഷൻസ് ടു ഹയർ ലെവൽ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ യെല്ലോ കളർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് കളർ കിട്ടുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മറ്റൊന്ന് പറഞ്ഞു വേക്കൻസി ഡിഫക്റ്റ്, കാറ്റയോൺ വേക്കൻസി ഡിഫക്റ്റ്, ആനയോൺ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ആനയോൺ വേക്കൻസി ഡിഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. സപ്പോസ് നമ്മൾ സോഡിയം ക്ലോറൈഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ഹീറ്റ് ചെയ്യുക, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്ത് സോഡിയം വേപ്പർ ആകുമ്പം യെല്ലോ കളർ ഒരു യെല്ലോ കളർ ഇത് അക്വയർ ചെയ്യും ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് നോൺ സ്റ്റോഷിയോമെട്രിക് സോഡിയം ക്ലോറൈഡ്. നോൺ സ്റ്റോഷിയോമെട്രിക് സോഡിയം ക്ലോറൈഡ്, അതായത് നോൺ സ്റ്റോഷിയോമെട്രിക് സോഡിയം ക്ലോറൈഡിൻ്റെ സോഡിയം 1+ ഡെൽറ്റ ക്ലോറിൻ -Na+. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് പിന്നെ നോൺ സ്റ്റോഷിയോമെട്രിക് സോഡിയം ക്ലോറൈഡ് മെറ്റൽ എക്സസ് കോമ്പൗണ്ട്. ഹിയർ സോഡിയം മെറ്റൽ ഗെറ്റ്സ് ഡോപ്ഡ് ഇൻ ടു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സോഡിയം മെറ്റലിനെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നു. സോഡിയം മെറ്റൽ ഈസ് ഡോപ്ഡ് ഇൻ ടു ദ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ. ദ സോഡിയം ആറ്റം ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ലാറ്റിസ് ആൻഡ് സെറ്റിൽ ഇൻ നോർമൽ കാറ്റയോണിക് സൈറ്റ്. കണ്ടോ, എന്താണ് സോഡിയം ആറ്റം ലാറ്റിസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം നോർമൽ കാറ്റയോണിക് പൊസിഷനിൽ സോഡിയം പ്ലസ് അയോൺസ് ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് സോഡിയം പ്ലസ് അയോൺ ഇവിടെ തന്നെ നിൽക്കാനിരിക്കാം. സോഡിയം പ്ലസ് അയോൺ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെയാണ് സോഡിയം പ്ലസ് അയോണിൻ്റെ പൊസിഷനെങ്കിൽ സോഡിയം പ്ലസ് അയോൺ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് എന്താ സംഭവിക്കുക? ക്രിയേറ്റിംഗ് ആൻ ഇക്വലവൻറ്റ് നമ്പർ ഓഫ് ആനയോൺ വേക്കൻസീസ് ഇൻ ദ ക്രിസ്റ്റൽ. നമ്മുടെ ക്രിസ്റ്റലിനകത്ത് പുതിയൊരു സോഡിയം പ്ലസ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് വരാനുള്ള മൈനസ് അയോൺസ് അതിനകത്തില്ല, ആനയോൺസ് അതിനകത്തില്ല. അപ്പോൾ ആനയോൺസിനുള്ള സ്ഥലത്ത് എന്തുണ്ടാവും? ഒരു വേക്കൻസി അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ സോഡിയം ആറ്റം സബ്സിക്വൻ്റ്ലി അയണൈസ് ഇൻ ടു സോഡിയം പ്ലസ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺ. അപ്പോൾ ഈ സോഡിയം എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യുമ്പം സോഡിയം പ്ലസും ഇലക്ട്രോൺസുമായിട്ട് മാറും. ആ ഇലക്ട്രോൺസ് എവിടെ പോകും? അതിൻ്റെ ആനയോൺ വേക്കൻസി സൈറ്റിൽ പോയിട്ട് ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് വിച്ച് ക്യാപ്പബിൾ ഓഫ് അബ്സോർബിങ് ലൈറ്റ് ടു ഇമ്പാർട്ട് യെല്ലോ കളർ ടു ദിസ് കോമ്പൗണ്ട്. ഇങ്ങനെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിലും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിലും മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ഡ്യൂ ടു എക്സസ് മെറ്റൽ, അതുപോലെ തന്നെ ഡ്യൂ ടു ആനയോൺ വേക്കൻസി, ഈ രണ്ട് കേസിലും കളർ സെൻറ്റർ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ കളർ ഉണ്ടാക്കുന്ന ഈ എക്സ്ട്രാ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇത് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ എഫ് സെൻറ്റർ അല്ലെങ്കിൽ കളർ സെൻറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റർ അഥവാ കളർ സെൻറ്റർ. പരീക്ഷ ചിലപ്പോൾ അത് ചോദിക്കും. എഫ് മീൻസ് ഫാർബേ എന്നാണ്. ഇതൊരു ജർമ്മൻ വാക്കാണ്. ഫാർബേ എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് അർത്ഥം. കളർ സെൻറ്റർ. സച്ച് ഇലക്ട്രോൺസ്, ഈ എഫ് സെൻറ്ററിലുള്ള സച്ച് ആൻ ഇലക്ട്രോൺ ഹാസ് എ ഡീലോക്കലൈസ്ഡ് നേച്ചർ ആൻഡ് ക്യാൻ അണ്ടർഗോ ട്രാൻസിഷൻസ് ടു ഹയർ ലെവൽ ബൈ അബ്സോർബിംഗ് വിസിബിൾ ലൈറ്റ്, thereby imparting color to the non-stoichiometric compounds. ഓക്കെ, അപ്പം ദ കളർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ എഫ് സെൻറ്റർ ഈസ് ഓൾവേസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹോട്ട് ക്രിസ്റ്റൽ. അതിന് എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ് യെല്ലോ കളർ തരും, പൊട്ടാഷ്യം ക്ലോറൈഡ് വയലറ്റ് കളർ തരും, പൊട്ടാഷ്യം ബ്രോമൈഡ് ബ്ലൂ ഗ്രീൻ കളർ തരും ഹീറ്റ് ചെയ്യുമ്പം. ഓക്കെ, ഇതൊക്കെ തന്നെ എന്തിൻ്റെ പ്രസൻസ് ആണ്? ഡ്യൂ ടു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കാരണമായിട്ട് വരുന്നതാണ്. മറ്റൊന്നാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയും. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ കുറവാവുക അല്ലേ. മെറ്റലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അയൺ 2+ ആണെങ്കിൽ ചിലതിനകത്ത് അത് കാണില്ല. അപ്പം നമുക്ക് അയൺ 0.93 ഒക്കെ വരിക, 93 ഓക്സൈഡ്. അപ്പം അതിനെയാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, മെറ്റൽ കുറയുക. ഫോർ എക്സാമ്പിൾ വൂഡ്സൈറ്റ്, നമുക്കറിയാം വൂഡ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രിസ്റ്റൽ FeO ക്രിസ്റ്റൽ എടുക്കുക. സം Fe2+ അയോൺസ്, അതിനകത്ത് ചില Fe2+ അയോൺസ് വേക്കൻ്റ് ആണ്. കണ്ടോ, FeO എന്നുള്ള ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ, വൂഡ്സ് അയോൺ എടുത്തു കഴിഞ്ഞാൽ Fe2+ അയോൺസ് അതിനകത്ത് വേക്കൻ്റ് ആണ്. പകരം ആ 2+ന് പകരം ഇവിടെ കണ്ടോ ഒരു എക്സസ് ആയിട്ട് Fe3+, 2 Fe3+ ഒന്ന് നിൽക്കുന്നുണ്ടോ. അപ്പോൾ എന്തായി? മൊത്തം ചാർജ് ന്യൂട്രലൈസ്ഡ് ആവും. Fe3+ ആയിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കിയൊക്കെ 2+ ആണ്. ഇവിടെ രണ്ടിടത്തും ആ ചെറിയൊരു ചാർജ്, അപ്പോൾ ഇവിടെ ഒരു ചാർജ് കൂടി ഇവിടെ ഒരു ചാർജ് കൂടി, ആ രണ്ടും കൂടി കൂടുമ്പോൾ 2 ചാർജ് കൂടി. ആ 2 ചാർജ് ഇവിടുത്തെ Fe2+ന് വരേണ്ടതായിരുന്നു. പക്ഷേ മെറ്റലിൻ്റെ എണ്ണം കുറവാണ്, ചാർജൊക്കെ ക്ലിയറാണ്. ദാറ്റ് ഈസ് കോൾഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മനസ്സിലായിട്ട് പറഞ്ഞത്. അപ്പം മിസ്സിങ് Fe2+ അയോൺ
2 other Fe2+ ions are converted to Fe3+. ഒരു Fe2+ മിസ്സിംഗ് ആണ്, ബട്ട് 2 other Fe2+ ions are converted to Fe3+. Okay, to maintain electrical neutrality. So in this case, the stoichiometry is written as Fe1 minus delta O. Okay, that is called metal deficiency defect. Metal excess ആകുമ്പോൾ 1+ ആയിരുന്നു. മെറ്റൽ എക്സസ് ആകുമ്പോൾ, മെറ്റൽ ഡെഫിഷ്യൻസി ആകുമ്പോൾ 1- എന്നാണ് വരിക. അയൺ പൈറൈറ്റ്സ് FeS, അയൺ പൈറൈറ്റ്സ് അതായത് പിന്നെ ഫൂൾസ് ഗോൾഡ്, വിഡ്ഢികളുടെ സ്വർണ്ണമായിട്ടുള്ള അയൺ പൈറൈറ്റ്സ് FeS, അതും ഇതേപോലെ തന്നെ സിമിലർ FeOയ്ക്ക് സിമിലറായിട്ട് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറഞ്ഞ അളവിൽ എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് മെറ്റൽ ഡിഫക്ട്സിനെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതോടുകൂടി ഈ ഒരു ഭാഗം കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ലിക്വിഡ് സ്റ്റേറ്റാണ്. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.